എല്ലാവർക്കും നമസ്തേ. നമുക്കെല്ലാം ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ ഫെബ്രുവരി 25-ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവിടെ നടന്ന ഒരു നാടകം നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാകും. അത് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു 5 ചെറുപ്പക്കാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെ പിടിച്ച് എത്ര ദിവസമാണ് അവരെ റിമാൻഡ് ചെയ്ത്. ആ ഒരു സംഭവം നമ്മളെല്ലാം കണ്ടു. ഇതാണ് ഇവരെന്നിട്ട് എന്തോ ഒരു സിനിമാ താരത്തിനെ വെല്ലുന്ന അഭിനയമായിരുന്നു അവർ നടത്തിയിരുന്നത്. അല്ലെ നടിയെ വെല്ലുന്ന അഭിനയമായിരുന്നു അവരവിടെ കാണിച്ചത്. എന്നിട്ട് വേറെ 2 വിദ്വാന്മാരും ഉണ്ട്, 2 നായകന്മാരും അതിനകത്ത്. ഒന്ന് അന്നത്തെ നിയമസഭാ സ്പീക്കർ ഷംസീർ, പിന്നെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താണ് ഓടിക്കതച്ച് ആശുപത്രിയിലെത്തുന്നു, ആശ്വസിപ്പിക്കുന്നു, കൊല്ലാൻ ശ്രമിച്ചു, അതുകൊണ്ട് അവരെ പിടിച്ചകത്തിടാൻ തീരുമാനിക്കുന്നു. ആഭ്യന്തരമന്ത്രിയും അദ്ദേഹം തന്നെയാണല്ലോ മുഖ്യമന്ത്രി. പിന്നെ ഏത് മന്ത്രി എന്ന് പറഞ്ഞാലും പിണറായി വിജയൻ പറഞ്ഞാൽ എന്ത് അനീതിയാണെന്നാണ് പിണറായി വിജയൻ തീരുമാനിക്കുന്നതെങ്കിലും എല്ലാം വാ പൊത്തി റാൻ മൂളുന്ന മന്ത്രിമാരായിരുന്നു അന്നത്തെ MLA-മാരും. ആ പാർട്ടി മൊത്തത്തിൽ തീരുമാനിച്ചതിന് പ്രകാരം ചെറുപ്പക്കാരെ പിടിച്ചകത്തിട്ടു, അന്വേഷണമൊക്കെ നടത്തി. കുറേ നാൾ കഴിഞ്ഞപ്പം ഇവർക്ക് ജാമ്യം കിട്ടി. 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ജാമ്യം കിട്ടി പുറത്തു വന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സമയത്താണ് ഇവർ ശക്തമായിട്ട് ഈ അകത്ത് കിടന്ന പ്രതികൾ കേരളത്തിൽ ശക്തമായിട്ട് ഇവർക്കെല്ലാം എതിരെ പ്രവർത്തിക്കാൻ തയ്യാറായി. കണ്ണൂരുകാരായിട്ട് അവർ ഇവിടെ വന്ന് പത്തനംതിട്ട വന്ന് വീണ ജോർജിനെതിരെ പ്രവർത്തിച്ചു. അന്നത്തെ അകത്ത് കിടന്നവർ അത്രമാത്രം അവർ നരകിച്ചെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കേസ് ഇപ്പോൾ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്നത്തെ ആ സംഭവം ഉദ്യോഗസ്ഥർക്കും ഒക്കെ പണി കൊടുക്കുന്ന രീതിയിലുള്ള അന്വേഷണമാണ്. അതിനകത്തിലെ ഗൂഢാലോചനയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമെന്നും പറഞ്ഞ് ഇന്ന് സർക്കാരിൻ്റെ തീരുമാനം കണ്ടു. നല്ല കാര്യം. നിങ്ങൾ ആ ഗൂഢാലോചന അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്ന ആ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ അന്നത്തെ മുഖ്യമന്ത്രി, ഇപ്പോൾ പിണറായി വിജയനല്ല, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ നിയമസഭാ സ്പീക്കർ ഷംസീർ, പിന്നെ ഇപ്പോഴത്തെയും പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അതെന്നുള്ളത് കണ്ടെത്തിയാൽ നിങ്ങൾ എന്ത് നടപടിയായിരിക്കും എടുക്കുന്ന ഈ സർക്കാർ? കാരണം അതിൻ്റെ പേരിൽ ഇങ്ങനെ മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് വ്യാജ പ്രചരണം നടത്തി കേരളം മൊത്തത്തിൽ കലാപം ഉണ്ടാക്കാനാണ് അന്ന് CPM ശ്രമിച്ചത്. വ്യാപകമായി പ്രചരണം നടക്കുന്നു. കോൺഗ്രസ്സുകാരുടെ ഓഫീസുകൾ തകർക്കുന്നു. കോൺഗ്രസ്സുകാരെ കണ്ടാൽ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നു. അന്നത്തെ ഈ നേതാക്കന്മാർ എല്ലാം വളരെ പ്രകോപനപരമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു, കലാപം അഴിച്ചുവിടുന്ന രീതി. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കേരളത്തിൽ ഇത് കലാപമായി മാറിയില്ല എന്നുള്ളത് മാത്രം. CPM ആവുന്ന പണി നോക്കി കലാപം നടത്താൻ പക്ഷെ അവരുടെ ഉദ്ദേശം അത് കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരുന്നു CPM-ൻ്റെ ഉദ്ദേശം. ജനങ്ങൾ ഇവരെ വെറുത്തു. പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും പാർട്ടിയെയും വെറുത്തു എന്ന് മനസ്സിലായപ്പോൾ അവർ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി കലാപം നടത്തി തിരിച്ചു വരാനായിരുന്നു അവർ ശ്രമിച്ചത്. പിന്നെ നമുക്കറിയാം CPM മണികളെന്ന് പറയുന്നത് കലാപം നടത്താൻ ഒരവസരം കിട്ടിയാൽ അവർ തയ്യാറാകുന്നവർ, അതിനു വേണ്ടി നോക്കിയിരിക്കുന്നവരാണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ഇളക്കി വിട്ടിത് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കേരളത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല, കലാപം ഉണ്ടായില്ല. ആവുന്ന പണി 56 നോക്കിയതാണ്, നടന്നില്ല. തെരഞ്ഞെടുപ്പ് നടന്നു. CPM-നെ അടപടലം പിഴുത് ജനങ്ങൾ
നിഷ്കരണമാണ് ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയത്. വളരെ തുച്ഛമായ സീറ്റുകൾ. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിനടുത്തുള്ള സീറ്റുണ്ടായിരുന്നത് CPM ഇപ്രാവശ്യം 10-20 അത്രങ്ങാണ്ട് തീരെ തുച്ഛമായ സീറ്റുകൾ. അത്രമാത്രം ജനങ്ങൾ വെറുത്ത് ഇവരെ ചുരുട്ടിക്കൂട്ടി മൂലയ്ക്കെറിഞ്ഞു എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള അന്ന് കലാപം നടത്താൻ ശ്രമിച്ച ഈ കക്ഷികൾക്കെതിരെ ഇത് ഗൂഢാലോചനയുണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയാൽ ഈ ബന്ധപ്പെട്ട ഇതിനുത്തരവാദികളായിട്ടുള്ള ഇവരുടെ എല്ലാം എതിരെ എന്ത് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകും? അതാണ് നമുക്കറിയേണ്ടത്. ഇവരുടെ ഈ പങ്കിനെ കണ്ടെത്തി ഇവർക്ക് അതനുസരിച്ചുള്ള തക്കതായ ശിക്ഷ നൽകാൻ കോൺഗ്രസ് തയ്യാറാകുമോ? അല്ലെങ്കിൽ ശക്തമായി ആ കേസ് കോടതിയിൽ കൊണ്ടുവന്ന് കോടതി ഇവരെ തക്കമായ ശിക്ഷ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? അതാണ് നമ്മൾക്കറിയേണ്ടത്. എനിക്ക് തോന്നുന്നില്ല തയ്യാറാകുമെന്ന്. വെറുതെ ഖജനാവിലെ കുറേ കാശെടുത്ത് ഒരു അന്വേഷണം നടത്തിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് സർക്കാർ തീരുമാനിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണം നടത്തി ന്യായമായി തന്നെ ഉള്ള അന്വേഷണം, സത്യസന്ധമായി അന്വേഷണം നടത്തി ഇവരുടെ എല്ലാം ഇതിനകത്തിൽ ഗൂഢാലോചന നടത്തിയ ഇവരുടെ എല്ലാം പേരിൽ കേസെടുത്ത് അത് കോടതിയിലെത്തിച്ച് അവർ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് അതിന് എതിരായിട്ടുള്ള ഇവർക്ക് അതിനുള്ള ശിക്ഷ വാങ്ങി കൊടുക്കാൻ സർക്കാർ തയ്യാറാകുമോ? അതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് അറിയേണ്ടത്. കാരണം ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നാടിനുണ്ടാകുന്ന ദോഷം എന്താണെന്ന് മനസ്സിലാക്കുക. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും സാമുദായികമായിട്ടാണെങ്കിലും എല്ലാം നമ്മുടെ ഈ നാടിന്, കേരളത്തിന് ഉണ്ടാകാമായിരുന്ന ആ ഒരു വളരെ ദയനീയമായിട്ടുള്ള ആ ഒരു സാഹചര്യം എന്തായിരിക്കുമായിരുന്നു എന്ന് നമ്മളെല്ലാം ആലോചിച്ച് നോക്കുക. അങ്ങനെ വരാതിരുന്നത് എന്തോ ദൈവഭാഗ്യം എന്നുള്ളതല്ലാതെ ഇവരെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുന്നതിൽ നിന്ന് അല്ലെങ്കിൽ മൂടി വയ്ക്കുന്നതിന് ഒരു കാരണമല്ല ഇവരുടെ പങ്കുകൾ. ഇവരെന്നും ഇതേപോലെ അരാജകത്വം സൃഷ്ടിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയം മുതലെടുക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇനിയെങ്കിലും ഇതേ രീതിയിൽ നാടിനെ കലാപകലുഷിതമാക്കാൻ CPM ശ്രമിക്കാതിരിക്കുന്ന രീതിയിലുള്ള അന്വേഷണമായിരിക്കണം ആ സംഭവത്തിൽ നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ വീണ ജോർജിനുൾപ്പെടെ അവർ ഇതിനകത്തിൽ വ്യാജ അഭിനയം നടത്തി വ്യാജ ആരോപണത്തിൽ ഇത്രയും ചെറുപ്പക്കാരെ അത്രയും ദിവസം ജയിലിലിട്ടതിൻ്റെ സമാധാനം പറയിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അവർക്ക് നഷ്ടപരിഹാരം, മാനനഷ്ടത്തിനുൾപ്പെടെയുള്ള ഇത് ചെയ്തിട്ട് അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരമാണ് മേടിച്ചു കൊടുക്കാൻ തയ്യാറാകേണ്ടത്. കാരണം ആ ചെറുപ്പക്കാരെ കുറേ നാളെങ്കിലും ആൾക്കാർ അവന്മാർ കൊലപാതക ശ്രമത്തിന് ശ്രമിച്ച അവന്മാർ ഗുണ്ടകളാണ്, അവന്മാർ അക്രമികളാണ് എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ ഇവരുടെ ഈ നാടകത്തിന് കഴിഞ്ഞു. കുറേ നാളത്തെ കാണുന്നുണ്ടെങ്കിലും അങ്ങനെ ആ ചെറുപ്പക്കാരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു നടത്തിയത്. പിന്നെ അവർ അനുഭവിച്ച മാനസിക പീഡനം, ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ജയിലിൽ പോകാത്തവരാണെന്നുണ്ടെങ്കിലും ജയിലിലെ അവസ്ഥകൾ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരെ തള്ളിവിട്ട ഈ വീണ ജോർജിനെ ഒരു കാരണവശാലും കുറ്റവിമുക്തരാക്കി കയ്യും വീശി പോകാൻ അനുവദിക്കരുത്. അവരുടെ പങ്കിനെയും അവരും പിണറായി വിജയനും ഗോവിന്ദനും ഷംസീറും കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചന കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് സർക്കാർ തയ്യാറാകേണ്ടത്, അന്വേഷണ സംഘം തയ്യാറാകേണ്ടത്. അതനുസരിച്ചുള്ള ശിക്ഷയും ഇവർക്ക് വാങ്ങിക്കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിലും ഇതേപോലുള്ള സംഭവങ്ങളായിരിക്കും ഇവർ എതിർ പക്ഷത്ത് നിൽക്കുന്ന പാർട്ടിക്കാർക്കെതിരെ ഇവർ സ്വീകരിക്കുക. മറ്റുള്ളവരുടെ ഭാവി തൊലച്ചുകൊണ്ട് ഇവർ രാഷ്ട്രീയം വളർത്താൻ ഇവരൊരിക്കലും മടിക്കത്തില്ലാത്ത അത്രമാത്രം ക്രൂരന്മാരാണ് CPM-കാർ എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. അവരന്നേരം ഇതിനപ്പുറവും ചെയ്യും. അവരുടെ ഉള്ളിൽ ഒരു മനുഷ്യത്വം എന്ന വികാരമോ നന്മയുടെ ഒരു ചെറിയ കണികയോ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈ രീതി പെരുമാറുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനിയും അവർ തക്കം പാർത്ത് രാഷ്ട്രീയ എതിരാളികളെ ഇതേപോലെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഇനി മേലാൽ ഇങ്ങനെയൊരു പാർട്ടികളും അത് കോൺഗ്രസോ BJP-യോ ഏതൊരു പ്രസ്ഥാനമായാലും ഈ രീതിയിലുള്ള തെറ്റായ നടപടി എടുത്ത് കുറേ ചെറുപ്പക്കാരെ ഉപദ്രവിക്കാൻ, അവരുടെ തൊഴിലിനെ പോലും ബാധിക്കുന്ന രീതിയിൽ, തൊഴിൽ കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ എല്ലാ വശങ്ങളും തുറന്നു കാട്ടാൻ ഈ അന്വേഷണം ഉപകരിക്കും എന്നുള്ള വിശ്വാസം മാത്രമാണുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനെ വളർത്താനായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ബെൽ ബട്ടൺ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തുക. ഇത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ട് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. സുഹൃത്തുക്കളിലേക്കും പരിചയക്കാരിലേക്കും ഒക്കെ ഷെയർ ചെയ്തെത്തിക്കുക.